ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഡെപ്റ്റ് മാർക്കറ്റിലെ ലാസ്റ്റ് പോർഷൻസാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പോർഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ഡെപ്റ്റ് മാർക്കറ്റാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഡെപ്റ്റ് മാർക്കറ്റിൽ മെയിനായിട്ട് 4 പോയിൻ്റാണ് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് വൺ വരുന്നത് എഫിഷ്യൻറ്റ് മൊബിലൈസേഷൻ ആൻഡ് allocation of resources in the economy. And then next one വരുന്നത് ഫൈനാൻസിങ് ദ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഗവൺമെൻറ്. അപ്പോൾ ആ ഫസ്റ്റ് വൺ എക്കണോമിക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിൻ്റെ മൊബിലൈസേഷനും. സെക്കൻഡ് വൺ വരുന്നത് എക്കണോമിക് ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും, അതിന് കൂടുതൽ ഫൈനാൻസിങ് നടത്തുക. അതിന് വേണ്ടിയിട്ടാണ് ഡെപ്റ്റ് മാർക്കറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ പറയുന്നത് ട്രാൻസ്മിറ്റിംഗ് സിഗ്നൽ ഫോർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ മോണിറ്ററി പോളിസി. ഗവൺമെൻറ്റിൻ്റെയും അതേപോലെ RBIയുടെയൊക്കെ മോണിറ്ററി പോളിസി പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് നടത്തുക. ദെൻ ലാസ്റ്റ് വൺ വരുന്നത് ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് വിത്ത് ഓവറോൾ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്. ആ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യണം. അത് ഷോർട്ട് ടേമിലും അതോടൊപ്പം തന്നെ ലോങ് ടേം ഒബ്ജക്റ്റീവ്സും, ലോങ് ടേം ആയിട്ടും ഷോർട്ട് ടേം ആയിട്ടും ലിക്വിഡിറ്റി ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് ഡെപ്റ്റ് മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പോയിൻ്റ് ബെനിഫിറ്റാണ്. ഒരു എഫിഷ്യൻറ്റ് ഡെപ്റ്റ് മാർക്കറ്റ് എങ്ങനെയൊക്കെയാണ് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തെ അല്ലെങ്കിൽ നമ്മുടെ എൻ്റയർ ഇക്കോണമിയെ ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. മൊത്തം 5 പോയിൻ്റാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ വരുന്നത് റിഡക്ഷൻ ഇൻ ദി ബോറോവിങ് കോസ്റ്റ് ഓഫ് ദ ഗവൺമെൻറ്. അതായത് അവിടെ ഈസിലി മൊബിലൈസേഷൻ ആണ്. അപ്പോൾ ഈസിലി മൊബിലൈസേഷൻ ആകുമ്പോൾ റീസണബിൾ കോസ്റ്റ് റിഡ്യൂസ് ആവും. അപ്പോൾ മാക്സിമം ലോ കോസ്റ്റിൽ ഹൈ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൊബിലൈസ് ചെയ്യാൻ പറ്റും. ദ നെക്സ്റ്റ് വൺ പറയുന്നത് പ്രൊവൈഡ് ഗ്രേറ്റർ ഫണ്ടിങ് അവന്യൂ ടു പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ പ്രൊജക്റ്റ്. ഇറ്റ് ഹെൽപ്പ് ടു റെഡ്യൂസ് ദ പ്രഷർ ഓൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫൈനാൻസിങ്. അപ്പോൾ നമ്മൾ ഡെപ്റ്റ് ഫൈനാൻസിലൂടെ തന്നെ നമുക്ക് പബ്ലിക് സെക്ടറിനും പ്രൈവറ്റ് സെക്ടറിനും ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു ബെനിഫിറ്റ്. നെക്സ്റ്റ് വൺ വരുന്നത് മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇവിടെ അൺലോക്കിംഗ് ലിക്വിഡ് റീറ്റെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈക്ക് ഗോൾഡ്. നമുക്ക് ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്തരം മാർക്കറ്റൊക്കെ വരുന്നതോട് കൂടിയിട്ട് ബൾക്കായിട്ട് ഫണ്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള ഫീൽഡിൽ നിന്നും അതിനെ ചാനലൈസ് ചെയ്തിട്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള ഫീൽഡിലേക്ക് മൊബിലൈസ് ചെയ്ത് അല്ലെങ്കിൽ വഴിതിരിച്ച് വിടാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്, എൻഹാൻസ് മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ബൈ അൺലോക്കിംഗ് ലിക്വിഡ് റീറ്റെയിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടുതലായിട്ട് നമുക്ക് ഫൈനാൻസ്. നെക്സ്റ്റ് വൺ വരുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ഹെട്രോജീനിറ്റി. അതായത് വൈഡ് കവറേജ് സെയിം ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെയും ഡിഫറെൻറ്റ് പോർട്ട്ഫോളിയോ യൂസ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനും നമുക്ക് ഇവിടെ ഇങ്ങനെ പോസിബിളാണ്. ദെൻ അനദർ പോയിൻ്റ് പറയുന്നത് അസിസ്റ്റൻസ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ റിലയബിൾ ഈൽഡ് കർവ് ആൻഡ് ദ ടേം സ്ട്രക്ചർ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. അസിസ്റ്റൻസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി റിലയബിൾ ഈൽഡ് കർവ് ആൻഡ് ദ ടേം സ്ട്രക്ചർ ഓഫ് ദി ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ നമുക്ക് ഡെപ്റ്റ് മാർക്കറ്റാണ്, അതുകൊണ്ട് ഇവിടെ ഷുവറായിട്ടുള്ള ഒരു റീപേയ്മെൻറ്റ്, റിലയബിൾ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഇൻവെസ്റ്റേഴ്സിന് കിട്ടും. ആ ഒരു അസിസ്റ്റൻസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, ഡെപ്റ്റ് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതാണ് മെയിനായിട്ട് ഇതിൻ്റെ ബെനിഫിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് റെഗുലേഷൻസ് ആണ്. റെഗുലേഷൻ ഫോർ ഇഷ്യൂ ആൻഡ് ലിസ്റ്റിംഗ് ഓഫ് ഡെപ്റ്റ് സെക്യൂരിറ്റീസ്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് സെബി ഹാസ് നോട്ടിഫൈഡ് ഓൺ 19th June 2008. 2008 ജൂൺ 19th സെബി ഡെപ്റ്റ് മാർക്കറ്റ് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ വർക്കിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലിസ്റ്റിംഗ് ഓഫ് ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഇറ്റ് പ്രൊവൈഡ് ഫോർ എ സിംപ്ലിഫൈഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ ഇഷ്യൂവൻസ് ആൻഡ് ലിസ്റ്റിംഗ് ഓഫ് നോൺ കൺവേർട്ടബിൾ ഡെപ്റ്റ് സെക്യൂരിറ്റി. അപ്പോൾ അതിനുശേഷം അല്ലെങ്കിൽ അതുവരെ ഫോളോ ചെയ്തിരുന്ന ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രൊസീജിയറൊക്കെ ചേഞ്ചസ് ചെയ്ത് സെബി വളരെ സിംപ്ലിഫൈ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്കിപ്പോൾ ഡെപ്റ്റ് മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നോൺ കൺവേർട്ടബിൾ ഡെപ്റ്റ് സെക്യൂരിറ്റീസിൻ്റെ ലിസ്റ്റിംഗ് ഒക്കെ ഈ ഒരു റെഗുലേഷനോട് കൂടിയിട്ട് വളരെ സിംപ്ലിഫൈ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ റെഗുലേഷനുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത് ഡിസ്ക്ലോഷറാണ്. അതായത് പബ്ലിക് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന സമയത്ത് ഫ്ലെക്സിബിലിറ്റി ടു ഇഷ്യൂവേഴ്സ് ടു സ്ട്രക്ചർ ദെയർ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ഡിസൈഡ് ഓൺ ദ മോഡ് ഓഫ് ഓഫറിംഗ് വിത്തൗട്ട് ഡയലൂട്ടിങ് ദ ഏരിയ ഓഫ് റെഗുലേറ്ററി കൺസേൺ. അപ്പോൾ ഇവിടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം പബ്ലിക് ഇഷ്യൂയിലേക്ക് ഓഫർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിപ്പോൾ ഇൻ ദ കേസ് ഓഫ് എ പബ്ലിക് ഇഷ്യൂ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ സ്പെസിഫൈഡ് അണ്ടർ ഷെഡ്യൂൾ കമ്പനീസ് ആക്റ്റിൽ തന്നെ പറയുന്നുണ്ട്. ആ കമ്പനീസ് ആക്ട് പ്രകാരം അവർ ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം.
The regulations required additional disclosure that the issuer and the instrument, such as the nature of instrument, rating rational, face value, issue size, ഇതെല്ലാം തന്നെ ഒരു പബ്ലിക് ഓഫറിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്, റെഗുലേഷൻസ് പ്രിസ്ക്രൈബ് സർട്ടിഫിക്കേഷൻസ് ടു ബി ഫയൽഡ് ബൈ മർച്ചൻറ്റ് ബാങ്കർ ഇൻ ദിസ് റിഗാർഡ്. നമുക്കറിയാം മിഡിൽമാനായിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് റോളിൽ വരുന്ന മർച്ചൻറ്റ് ബാങ്കാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കേഷൻസൊക്കെ അവർ പ്രോപ്പറായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. The regulation emphasizes on the role and obligation of the debenture trustees, execution of trust deed, then creation of security, creation of ഡിബഞ്ചർ. ഇതൊക്കെ ആൾറെഡി നമ്മൾ കമ്പനീസ് ആക്ടിലൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. അതേപോലെ തന്നെ സെബിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു റെഗുലേഷൻസിൽ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്, ഇവിടെ ഡ്രാഫ്റ്റ് ഓഫർ ഡോക്യുമെൻറ്റ് നീഡ് ടു ബി ഫയൽ വിത്ത് ദ ഡെസിഗ്നേറ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ത്രൂ സെബി രജിസ്റ്റേർഡ് മർച്ചൻറ്റ് ബാങ്കർ. അതോടൊപ്പം തന്നെ ഒരു ഇലക്ട്രോണിക് ഡിസ്ക്ലോഷർ വഴി ഈ ഒരു സെബിയിൽ രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ളതെല്ലാം അതിൻ്റേതായ ഒരു ഡ്രാഫ്റ്റ് ഡോക്യുമെൻ്റ് ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഡെസിഗ്നേഷനിൽ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ത്രൂ മർച്ചൻ്റ് ബാങ്കർ അതല്ലെങ്കിൽ അവിടുത്തെ ഇൻ്റർമീഡിയറീസ് വഴിയാണ് അത് കൂടുതലായിട്ട് ചെയ്യുന്നത്. ആ ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒന്നുകിൽ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ HTML ഫോർമാറ്റിലൊക്കെ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇൻവെസ്റ്റേഴ്സിന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അങ്ങനെ ഒരു ഇലക്ട്രോണിക് ഡിസ്ക്ലോഷറും എവിടെ വരുന്നുണ്ട്, ഡെപ്റ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഡീലിങ്സ് നടത്താൻ കഴിയും. പിന്നെ വരുന്നത് ദ റെഗുലേഷൻസ് പ്രൊവൈഡ് എനാബിളിംഗ് ദ ഫ്രെയിംവർക്ക് ഫോർ ലിസ്റ്റിംഗ് ഓഫ് ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ഓൺ എ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ബേസിസ് ഈവൻ ഇൻ കേസ് വെർ ദ ഇക്വിറ്റി ഓഫ് ദ ഷെയർസ് ഈസ് നോട്ട് ലിസ്റ്റഡ്. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആണെങ്കിൽ കൂടെ ആവശ്യമായിട്ടുള്ള ഈ റെഗുലേഷൻസ് എല്ലാം ബാധകമായിട്ടുണ്ടാവും. അതേപോലെ ലിസ്റ്റിംഗ് ദെയർ privately placed debt securities subject to the compliance with the simplified requirement and listing agreement. നേരത്തെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആയിരുന്നില്ല. ഡീറ്റെയിൽസ് കാരണം അത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അതല്ലെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ പക്ഷേ അത്തരത്തിലുള്ള ഡീലിങ്സ് ആണെങ്കിൽ കൂടെ അതിൻ്റെ വിവരങ്ങൾ കൂടെ എന്ത് ചെയ്യണം, ഇതേപോലെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് സെബിയുടെ റെഗുലേഷൻസ് ലിസ്റ്റിംഗ് ഓഫ് ഡെപ്റ്റ് സെക്യൂരിറ്റീസ് 2008 നോട്ടിഫൈഡ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രൈസ് ഡിറ്റർമിനേഷൻസ് ഇൻ ദി മാർക്കറ്റ്. മെയിനായിട്ട് ദ പ്രൈസ് ഓഫ് ദ ബോണ്ട്, ഡെപ്റ്റ് മാർക്കറ്റിലെ പ്രൈസിങ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഫോഴ്സ് ഓഫ് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് മെയിനായിട്ട് അവിടുത്തെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുകൂടാതെ അവിടെ എക്കണോമിക് കണ്ടീഷൻ, ജനറൽ മണി മാർക്കറ്റ് കണ്ടീഷൻ, അതേപോലെ സ്റ്റേറ്റ് ഓഫ് മണി സപ്ലൈ ഇൻ ദ ഇക്കോണമി, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് പ്രിവലൻ്റ് ഇൻ ദ മാർക്കറ്റ്, ഇത്തരം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൂടെ ഈ ഒരു പ്രൈസ് ഡിറ്റർമിനേഷൻസിൻ്റെ ഭാഗമാവുന്നുണ്ട്. ഇനി നമുക്ക് ഈ ലെസണിൽ നോക്കാനുള്ളത് ഹിൻഡ്രൻസസ് ആണ്, അതായത് തടസ്സങ്ങൾ. ഡെവലപ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് മാർക്കറ്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയെന്നാണ്. നിയർലി 90% ഓഫ് ദ ഡെപ്റ്റ് മാർക്കറ്റ് ഇൻ ഇന്ത്യ കംപ്രൈസ് ദ ഗവൺമെൻറ് ഡെപ്റ്റ്. നമ്മൾ ആൾറെഡി പറഞ്ഞു ഗവൺമെൻറ് അല്ലെങ്കിൽ ഗിൽറ്റഡ് സെക്യൂരിറ്റീസ് ആണ് ഒരു 90% പിന്നെ ഡീൽ ചെയ്യുന്നത്. ബട്ട് അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് ഡെപ്റ്റ് മാർക്കറ്റും റിലേറ്റീവ്ലി ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻസ് ഡെപ്റ്റ് മാർക്കറ്റിലുണ്ട്. ഈ ഒരു ദ മെയിൻ ചലഞ്ച് അല്ലെങ്കിൽ ഹിൻഡ്രൻസസ് എന്തൊക്കെയാണ് കോർപ്പറേറ്റ് ആസ് വെൽ ആസ് ദ ഗവൺമെൻറ് ഡെപ്റ്റ് മാർക്കറ്റ് ഫേസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് സ്മോൾ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡ് ബേസ്. ഇവിടെ പാർട്ടിസിപ്പൻ്റ്, അതായത് ബോണ്ട് മാർക്കറ്റിൽ വളരെ കുറച്ച് ന്യൂ ആയിട്ട് ഇപ്പോൾ ഇക്വിറ്റി മാർക്കറ്റിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് ഇൻവെസ്റ്റേഴ്സ് മാത്രമാണ് ഇവിടെ കാണാൻ പറ്റുള്ളൂ, നമുക്ക് ബോണ്ട് മാർക്കറ്റിൽ കാണാൻ പറ്റുള്ളൂ. ഇവർ തന്നെ ടിപ്പിക്കൽ പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി അവിടെ ബാങ്കുകളോ ഇൻഷുറൻസ് കമ്പനികൾ അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെയാണ് മെയിൻലി അവിടെ വരുന്ന പാർട്ടിസിപ്പൻസ് ആയിട്ട് വരുന്നത്. പിന്നെ LIC ഡൊമിനൻ്റ് പ്ലെയർ ആയിട്ട്
ആയിട്ട് അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനിയിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ബാങ്ക് ആർ ദ മോസ്റ്റ് ഫോക്കസ്ഡ് ഓൺ ദി ഗവൺമെൻറ് സെക്യൂരിറ്റി. ബാങ്കേഴ്സാണ് മെയിനായിട്ട് പാർട്ടിസിപ്പൻ്റ് ആയിട്ട് വരുന്നത്. ഈ ബാങ്കുകളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കോർപ്പറേറ്റ് ഡെപ്റ്റ് മാർക്കറ്റിന് അത് വലിയൊരു എന്ത് ചെയ്യുന്നു ചലഞ്ചസ് ആയിട്ട് മാറുന്നു. സെക്കൻഡ് വൺ വരുന്നത് ആബ്സെൻസ് ഓഫ് ബെഞ്ച് മാർക്ക് റേറ്റ്. ഇറ്റ് ഹാസ് എ റെസ്ട്രിക്റ്റഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ന്യൂ. അപ്പോൾ നമുക്ക് പുതിയ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വരുന്നതിന് ഒരു റെസ്ട്രിക്ഷനാണ്, അവിടെ ഒരു ബെഞ്ച് മാർക്ക് റേറ്റ് ഇല്ല എന്നുള്ളത്. ദെൻ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ആബ്സെൻസ് ഓഫ് ദ മാർക്കറ്റ്. കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റ് നീഡ് വെൽ ക്യാപിറ്റലൈസ്ഡ് മാർക്കറ്റ്. ഇവിടെ നമുക്കൊരു വെൽ സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള ഒരു മാർക്കറ്റ് മേക്കർ നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല. പ്രൈമറി ഡീലേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റാണ് മെയിനായിട്ട് ഇവിടെ വരുന്നത്. ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ് അല്ലെങ്കിൽ ബാങ്കുകൾ ഇവരൊക്കെയാണ് ബിഗ് റോളായിട്ട് ഇവിടെ മാർക്കറ്റ് മേക്കർ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു റീസണബിൾ സക്സസ് നമുക്ക് കോർപ്പറേറ്റ് പാർട്ടിസിപ്പൻസിന് നമുക്കിവിടെ കാണാൻ കഴിയില്ല. മെയിനായിട്ട് ഇവിടെ ഒരു മാർക്കറ്റ് മേക്കർ എന്ന് പറയുന്ന ആ ഒരു റോള് എഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരും തന്നെ ഇല്ല എന്ന് പറയാം. ഇപ്പോൾ 2013 സെബി അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മർച്ചൻറ്റ് ബാങ്കേഴ്സിന് ത്രൂ ബ്രോക്കേഴ്സ് വഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്ട് ആസ് എ മാർക്കറ്റ് മേക്കറായിട്ട് ആക്ട് ചെയ്യാം. ബട്ട് വിത്തൗട്ട് എനി ഇൻസെൻറ്റീവ് ഫ്രം. പക്ഷേ അവർക്ക് അതിന് എന്ത് ചെയ്യുന്നില്ല, അഡീഷണൽ ഇൻസെൻറ്റീവ്സ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇൻസെൻറ്റീവ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനം എത്രത്തോളം ഉണ്ടാവും എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആ ഒരു സക്സസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരാനുള്ള ചാൻസ് ഇല്ല. കാരണം അവർക്കൊരു അഡീഷണൽ ഇൻസെൻറ്റീവ്സ് അതിന് കിട്ടുന്നില്ല. അത് തന്നെയാണ് മെയിനായിട്ട് അവിടെ ഒരു മറ്റൊരു പ്രോബ്ലമായിട്ട് വരുന്നത്. ദെൻ നാലാമത്തെ പോയിന്റ് പറയുന്നത് അറ്റൻഷൻ ഓഫ് ദ പോളിസി മേക്കറാണ്. ഇവിടെ നമുക്കറിയാം പോളിസി മേക്കർ എന്ന് പറയുമ്പോൾ ബോണ്ട് മാർക്കറ്റിന് ഒരു പോളിസി മേക്കർ ആയിട്ട് ജെനുവിനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഇല്ല. ഇവിടെ ലിക്വിഡിറ്റി മാർക്കറ്റ് ലിബറലൈസേഷൻ മെഷേഴ്സ് വേർ ഇൻ ദ ഹാൻഡ് ഓഫ് ദ റെഗുലേറ്റേഴ്സ്. ഇക്വിറ്റി മാർക്കറ്റിൻ്റെ റെഗുലേഷൻസ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ നേരത്തെ ലിബറലൈസേഷൻ പോളിസിയൊക്കെ വന്നു, അതിന് റെഗുലേറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ദ മെഷേഴ്സ് റിക്വയർഡ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റ് വർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ലെജിസ്ലേച്ചർ. അപ്പോൾ ഒരു വിഭാഗം കൈകാര്യം ചെയ്യുന്നത് റെഗുലേറ്റേഴ്സും മറ്റൊരു വിഭാഗം അതിൻ്റെ പോളിസി മേക്കറായിട്ട് വരുന്നത് ലെജിസ്ലേച്ചർ, അതായത് നിയമമാണ്. അപ്പോൾ ഈ രണ്ടെണ്ണം ഈക്വലായിട്ടായില്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തമായിട്ടുള്ള ഒരൊറ്റ പോളിസി മേക്കർ അവിടെ ഇല്ല എന്നുള്ളതും ഒരു ഡിഫക്റ്റാണ്. നെക്സ്റ്റ് വൺ വരുന്നത് participation of a retail investors. At present there is a little participant of a retail investors in corporate bond market. ഗ്രാജ്വലി ഇപ്പോൾ നമ്മൾ ടാക്സ് ഡിഡക്ഷനൊക്കെ കൊടുക്കുന്നത് കാരണം കുറച്ചുകൂടെയൊക്കെ ഒരു പാർട്ടിസിപ്പേഷൻ ലെവൽ അവരുടെ ഇങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിൽ കൂടെ അത് ഇപ്പോഴും നമുക്കൊരു ഇക്വിറ്റി മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് മാത്രമാണ് അവിടെ എന്ത് വരുന്നുള്ളൂ, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് ജനറേറ്റ് ലോട്ട് ഓഫ് ഇൻട്രസ്റ്റ് വിത്ത് ദ അലവൻസ് ഓഫ് ₹20,000 ടാക്സ് ഡിഡക്ഷൻ. ഇതൊക്കെയാണ് ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറൽ ബോണ്ടിലൊക്കെ ഓഫർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ റൈറ്റ്ലി പ്രൈസ്ഡ് ബോണ്ട് അലോങ് വിത്ത് ഇൻസെൻറ്റീവൈസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ക്യാൻ ജനറേറ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി റീറ്റെയിൽ ഇൻവെസ്റ്റർ. അപ്പോൾ ഈ ഒരു ടാക്സ് ഡിഡക്ഷനൊക്കെ ഒരു ഓപ്ഷനായിട്ട് വന്നത് കാരണം കുറേയൊക്കെ നമ്മൾ ഒരു റീറ്റെയിൽ ഡെപ്റ്റ് മാർക്കറ്റിലേക്ക് ചാനലൈസ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ മെജോറിറ്റി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹോൾസെയിൽ ഡെപ്റ്റ് മാർക്കറ്റിങ്ങിലായിരുന്നു. അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ള ഡിഡക്ഷൻസൊക്കെ പിന്നെ റീറ്റെയിൽ മാർക്കറ്റിൽ കൊടുക്കുന്നത് കാരണം കുറച്ചൊക്കെ ഇൻവെസ്റ്റേഴ്സിനെ ഇതിലേക്ക് നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എങ്കിലും മറ്റേ ഇക്വിറ്റി മാർക്കറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബോണ്ട് മാർക്കറ്റിൻ്റെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഹയർ കോസ്റ്റിൽ പറയുന്നത് ഡിഫറെൻറ്റ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ലൈക്ക് വേരിങ് സ്റ്റാമ്പ് ഡ്യൂട്ടി ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് വിത്ത് ഹോൾഡിംഗ് ടാക്സ് എക്സ്ട്രാ ആക്ട് ആസ് എ സിവിയർ കൺസേൺ. അപ്പോൾ നമുക്കറിയാം ഓരോ സ്റ്റേറ്റിലും ഓരോ ഡിഫറെൻറ്റ് രൂപത്തിലുള്ള ടാക്സാണ്. അപ്പോൾ നമുക്ക് ഇൻ്റർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇൻ്റർ ഔട്ട്സൈഡ് പിന്നെ ട്രാൻസാക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു കോസ്റ്റ്, സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ കോസ്റ്റ്, അതേപോലെ ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ്, ഇതൊക്കെ ഒരു എക്സ്ട്രാ ബർഡൻ ആയിട്ട് വരുന്നതാണ് റീറ്റെയിൽ ഡെപ്റ്റ് മാർക്കറ്റിന്. റേഷണലൈസേഷൻ ഓഫ് ദ സ്റ്റാമ്പ് ഡ്യൂട്ടി അക്രോസ് സ്റ്റേറ്റ് മേ ഹെൽപ്പ് ഇൻ ഡെവലപ്പിംഗ് ദ കോർപ്പറേറ്റ്
ബോണ്ട് മാർക്കറ്റ്. ഇപ്പോൾ GST ഒക്കെ വന്നു, ഒരേ പോളിസി എന്ന് പറയുന്ന ആ ഒരു ഇത് ഇംപ്ലിമെൻറ്റ് വളരെ ഇഫക്റ്റീവായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒരു നല്ലൊരു റിസൾട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷേ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഡിഫറെൻറ്റ് സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഡിഫറെൻറ്റ് ടാക്സും ഡ്യൂട്ടീസൊക്കെ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ അത് ആ ഒരു ട്രാൻസാക്ഷനെ അത് ബാധിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ 7ാമത്തെ പോയിന്റ് പറയുന്നത് ലാക്ക് ഓഫ് എ ക്രെഡിറ്റ് ഡീഫോൾട്ട് സ്വാപ്പ്. CDS മാർക്കറ്റ്, ഇത് വെൽ ഡെവലപ്ഡ് CDS മാർക്കറ്റ് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു ഡീഫോൾട്ട് അല്ലെങ്കിൽ പ്രോബ്ലമായിട്ട് വരുന്നത്. CDS hedges would have enabled buyers of corporate bond to avoid default risk of the issuer, leaving them holding only interest rate risk. ഇപ്പോൾ ഇവിടെ CDS ഒക്കെ അതിൻ്റെ ഒരു ആബ്സെൻസ്, അതായത് അവിടെ ഇങ്ങനെ ഒരു പ്രസൻ്റ് ആയിട്ട് അവരവിടെ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഹെഡ്ജ് ചെയ്യാൻ പറ്റുന്നത്. അതല്ലാത്ത ഒരു ഹെവി ഡീഫോൾട്ട് റിസ്ക് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു മെഷർമെൻറ്റ് ഇന്ത്യൻ ഡെപ്റ്റ് മാർക്കറ്റിൽ ഇല്ല. അതാണ് മറ്റൊരു ഡിഫക്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്, TDS പോളിസി. This policy is not uniform for all investors in corporate bond. അപ്പോൾ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഒരേ രീതിയിലുള്ള ഒരു ടാക്സ് ഡിഡക്ഷൻ അല്ല കിട്ടുന്നത്. ഇൻ 2009 യൂണിയൻ ബഡ്ജറ്റ് അനൗൺസ് ദാറ്റ് കോർപ്പറേറ്റ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ഇൻ ഡിമാറ്റ് ഫോം ആൻഡ് ലിസ്റ്റഡ് ഓൺ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആർ എക്സംപ്റ്റഡ്. ഇപ്പോൾ യൂണിയൻ ബഡ്ജറ്റ് 2009 അനൗൺസ്മെൻറ്റ് പ്രകാരം ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡിമാറ്റ് ഫോമിലോ അതല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റിംഗ് ചെയ്തിട്ടോ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് ഡീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എല്ലാം തന്നെ TDS ലഭ്യമാക്കണം എന്നുള്ളതാണ്. ബട്ട് സ്റ്റിൽ ഇതിപ്പോഴും അപ്ലിക്കബിൾ അല്ല ചില കേസിലൊന്നും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് കിട്ടുന്നില്ല. അതാണ് മറ്റൊരു പ്രശ്നം. അതായത് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റേഴ്സിന് ഡിഫറെൻറ്റ് രീതിയിലാണ് TDS കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബോണ്ട് ഫൈനാൻസിങ്. ജനറലി bond financing is accepted to be easier to obtain the financing from bank. അപ്പോൾ നമുക്കറിയാം ബാങ്കിൽ നിന്നും ഫണ്ട് റൈസ് ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് മൊബിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ബോണ്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്നാലും ഇന്ത്യൻ ബാങ്കുകൾ ജനറലി ഒരു കൺവീനിയൻ്റ് ആയിട്ട് ലോണിന് വേണ്ടിയിട്ട് അവർ കൺവീനിയൻ്റ് ആയിട്ടുള്ള പ്ലേസ് ആയിട്ട് അവർ കണ്ടെത്തുന്നത് കോർപ്പറേറ്റുകളെയാണ് ഇൻസ്റ്റെഡ് ഓഫ് ലിസ്റ്റിംഗ് ഇൻ ദെയർ ബോണ്ട്. അപ്പോൾ ബോണ്ടിങ്ങിന് പകരം അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് കോർപ്പറേറ്റ്സുകളെയാണ്. അതേസമയം കോർപ്പറേറ്റ് ആൾസോ പ്രിഫർ ടു ഗോ ഫോർ ബാങ്ക്. കോർപ്പറേറ്റ് ബാങ്കിനെയാണ് പ്രിഫർ ചെയ്യുന്നത് ദാൻ ബോണ്ട് മാർക്കറ്റിനേക്കാളും. നമുക്ക് അതിൻ്റെ ഒരു ട്രാൻസാക്ഷനും മറ്റു കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ബാങ്കിലെ ആ ഒരു ഡീലിങ്ങിനേക്കാൾ ഈസിയാണ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് പ്രാക്ടിക്കലി നമുക്ക് കാണാൻ കഴിയില്ല മാർക്കറ്റിൽ. നെക്സ്റ്റ് വൺ വരുന്നത് ലാക്ക് ഓഫ് ലിക്വിഡിറ്റി ആണ്. കോർപ്പറേറ്റ് ബോണ്ട് ആർ യൂഷ്വലി റേറ്റഡ് ബിഫോർ ദേ കം ടു ദ മാർക്കറ്റ്. ഇപ്പോൾ വെദർ ബോണ്ട് ഈസ് പബ്ലിക്കലി ഇഷ്യൂ ആണെങ്കിലും ശരി, പ്രൈവറ്റ്ലി പ്ലേസ്ഡ് ആണെങ്കിലും ശരി, അത് മാർക്കറ്റിൽ വരുന്നതിന് മുന്നേ തന്നെ അതെന്ത് ചെയ്യുന്നു, റേറ്റ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ലിക്വിഡിറ്റി മാർക്കറ്റിൽ എത്തുമ്പോഴേക്കും അതിൻ്റെ ഒരു ലിക്വിഡിറ്റി സ്ക്യൂ ഒരു ഹയ്യർ ഗ്രേഡ് ആയിട്ട് നമുക്ക് അവിടെ ഇങ്ങനെ കിട്ടുന്നില്ല. പർട്ടിക്കുലർലി നോ വോളിയം ഇൻ ലോവർ ഗ്രേഡ്. അപ്പോൾ അവിടെ നമുക്ക് ഹൈ ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ആൾറെഡി അതിൻ്റെ റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് കാരണം. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് ഡിബഞ്ചർ ട്രസ്റ്റീസ്, TDS ആണ്. ആർ നോട്ട് വെരി ഇഫക്റ്റീവ്. അത് വളരെ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ഡിഫക്റ്റ്. ദ റോൾ ഓഫ് എ TDS ആർ നോട്ട് വെരി ഇഫക്റ്റീവ്. TDS only come to the picture at the time of issuance of the bond to ensure that the property charged. ഇവിടെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്താണ് മെയിനായിട്ട് അത് എഫക്റ്റീവായിട്ട് കാണുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇഷ്യൂവിന് ശേഷം ദ ബോണ്ട് ഈസ് അവൈലബിൾ ആൻഡ് അഡിക്കേറ്റ് ഫ്രീ ഫ്രം എൻകംബ്രൻസ്. ദെൻ അഗെയിൻ അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി വെൻ ദ പ്രോപ്പർട്ടി ബിക്കെയിം ഫ്രീ. അപ്പോൾ ഇത് ഇഷ്യൂ സമയത്തുള്ളതുപോലെ ഒരു ഇൻവോൾവ്മെൻറ്റ് നമുക്കതിൻ്റെ മെച്യൂരിറ്റി ടൈമിൽ കാണാൻ കഴിയുന്നില്ല. പിന്നെ മറ്റൊന്ന് പറയുന്നത് ദ റോൾ ഓഫ് TDS ക്യാൻ ബി എൻഹാൻസ്ഡ് ബൈ ഗിവിങ് ദം ദ പവർ ഓഫ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദി കോൺട്രാക്റ്റ് ആണ്. അതേപോലെ ഒരു 2-way ഇൻഫർമേഷൻ ഷെയറിങ് അറേഞ്ച്മെൻ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുക. അതിപ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആണെങ്കിലും ശരി, അതേപോലെ തന്നെ ആൻഡ് TDS ഹാസ് ബീൻ പുട്ട് ഇൻ പ്ലേസ്. Credit rating agencies are now
required to inform the TDS if companies issuing debenture do not share information for monitoring of credit quality. TDS are also expected to provide information to credit rating agencies on whether the asset backing the bond are free of encumbrance and adequate to cover the liability. അപ്പോൾ നമുക്ക് ഈ ഒരു ടി ഡി എസ് ട്രസ്റ്റീസ് ഇഫക്റ്റീവ് അല്ലാത്തത് കാരണം ഇപ്പോൾ ഒരു ടി ഡി എസും അതേപോലെ തന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയും രണ്ടും കൂടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നിട്ട് ഒരു എഗ്രിമെൻ്റ് ആയിട്ടുണ്ട്. അത് പ്രകാരം ഇൻഫോർമേഷൻസ് ഷെയറിംഗ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയും അതേപോലെ ടി ഡി എസിനും വരുന്ന ട്രാൻസാക്ഷൻസ് മ്യൂച്വലി അവരെന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ആർ റിക്വയർഡ് ടു ഇൻഫോം, അവരെന്ത് ചെയ്യണം, ടി ഡി എസിനെ ഇൻഫോം ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും കമ്പനികൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഡു നോട്ട് അവർ ഇൻഫർമേഷൻ ക്രെഡിറ്റ് ക്വാളിറ്റിയുടെ ഭാഗമായിട്ട് മോണിറ്ററിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ അത് എന്ത് ചെയ്യണം, ഇനി മുതൽ അങ്ങനെ ആവാൻ പാടില്ല, അവരത് ഡീറ്റെയിൽസ് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ടി ഡി എസ് ആർ എക്സ്പെക്റ്റഡ് ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ. ടി ഡി എസ് തിരിച്ച് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയെയും ഏതെങ്കിലും അസറ്റ് ബോണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്തോ അതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരുത്തുന്ന സമയത്തോ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് ഡിബഞ്ചർ ട്രസ്റ്റീസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇഫക്റ്റീവായിട്ട് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഇത് എഫക്റ്റീവ് അല്ലാത്ത കാരണം നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റ് വന്നത് പ്രകാരം അവർ മ്യൂച്വലി അവർ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതോടുകൂടി ഇൻവെസ്റ്റേഴ്സിന് കൂടെ ഒരു അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് ആബ്സെൻസ് ഓഫ് ഓർഡർ മാച്ചിങ് പ്ലാറ്റ്ഫോം. ഓർഡർ മാച്ചിങ് പ്ലാറ്റ്ഫോമിൻ്റെ ആബ്സെൻസ് കോർപ്പറേറ്റ് ബോണ്ടുകളിൽ, അതാണ് മറ്റൊരു, അതായത് ഗിൽട്ട് എഡ്ജഡ് സെക്യൂരിറ്റി മാർക്കറ്റിലും ആ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ ഒരു ഓർഡർ മാച്ചിങ് പ്ലാറ്റ്ഫോം ഇല്ല എന്നുള്ളതാണ് മറ്റൊരു ലിമിറ്റേഷനായിട്ട് വരുന്നത്. The platform available in the exchange were just being used for reporting the over-the-counter exchange trade in the secondary market. ഇനി അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ തന്നെ അവിടെ മെയിനായിട്ട് OTC വഴിയുള്ള സെക്കൻഡറി മാർക്കറ്റിൻ്റെ ഡീലിങ്സ് ആണ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു ന്യൂ പ്ലാറ്റ്ഫോം അവിടെ ഇങ്ങനെ ഈ ഒരു എക്സ്പെക്റ്റേഷൻസ്, ചേഞ്ച് ചെയ്യുന്ന എക്സ്പെക്റ്റേഷൻസ്, പാർട്ടിസിപ്പേഷൻ്റെ അതെല്ലാം കാണിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ആവശ്യകത കൂടുതലായിട്ട് അവിടെ ഉണ്ട്. The new platform bringing additional liquidity is not certain. അപ്പോൾ നമുക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷേ എന്നാലും അങ്ങനെ ഒരു പുതിയൊരു പ്ലാറ്റ്ഫോം വരികയാണെങ്കിൽ ഇറ്റ് ഹെൽപ്പ് ഇൻ ദി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഡീലിങ്സ് നമുക്ക് ഡെപ്റ്റ് മാർക്കറ്റിലും കാണാൻ കഴിയും. അതാണ് ആബ്സെൻസ് ഓഫ് ഓർഡർ മാച്ചിങ് പ്ലാറ്റ്ഫോം. അറ്റ് പ്രസൻറ്റ് അത് സെക്കൻഡറി മാർക്കറ്റിലാണ് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡിമാൻഡിങ് ആണ് പുതിയൊരു ന്യൂ പ്ലാറ്റ്ഫോം അവിടെ വരണം എന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് 2013 സെബി പെർമിറ്റ് ചെയ്യുന്നുണ്ട് എക്സ്ചേഞ്ച് ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് ദ 2 സെപ്പറേറ്റ് ഡെപ്റ്റ് സെഗ്മെൻറ്റ് പ്ലാറ്റ്ഫോം. സെബി തന്നെ 2 സെഗ്മെൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ തന്നെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയേഴ്സിനുള്ളതാണ്, മറ്റൊന്ന് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്. അപ്പോൾ അതായത് ഹോൾസെയിലേഴ്സിനും അതേപോലെ തന്നെ റീറ്റെയിലേഴ്സിനും ഡീൽ ചെയ്യുന്നതിന് വേണ്ടി 2 സെപ്പറേറ്റ് സെഗ്മെൻറ്റ് പ്ലാറ്റ്ഫോം തന്നെ സെബി ഇപ്പോൾ 2013 ഓൺവേർഡ്സ് പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. വിച്ച് വുഡ് ഓഫർ, അതിൽ നമുക്ക് ഓഫർ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിങ്ങോൻ്റെ ഒരു ഫെസിലിറ്റീസും അതേപോലെ നെഗോഷിയേറ്റഡ് ട്രേഡ് ചെയ്യാനും കോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓർഡർ മാച്ചിങ് കണ്ടെത്തുന്നതിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ദ റെഗുലേറ്ററി പ്രൊഡൻഷ്യൽ നോം. ദ ബാങ്ക് അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ആൻഡ് ഇൻഷുറൻസ് കമ്പനീസ് ഫേസസ് എ ലിമിറ്റ് ഓൺ ഇൻ ദി ഇൻവെസ്റ്റ്മെൻറ്റ് അബൌട്ട് ആൻഡ് ഓൺ ദി റേറ്റിംഗ് സ്റ്റാറ്റസ് ഓഫ് ദ കോർപ്പറേറ്റ് ബോണ്ട് ടു മേക്ക് ഇൻവെസ്റ്റ്. The bank are not allowed to invest more than 10% of their total investment portfolio in unlisted non-SLR security. അപ്പോൾ ഒരു നോംസ് ആൾറെഡി അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു റെഗുലേറ്ററി പ്രൊഡൻഷ്യൽ ആയിട്ടുള്ളതല്ല, അപ്പോൾ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നോംസിൽ ഒരു ചേഞ്ചസ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബാങ്ക് ആണെങ്കിലും ശരി,
അതാണ് ഒരു റെസ്ട്രിക്ഷൻ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ബാങ്ക് ആണെങ്കിലും ശരി, മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസൊക്കെ ഫേസ് ചെയ്യുന്ന മറ്റൊരു ലിമിറ്റേഷനാണത്. അവർക്ക് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ ആ ഒരു നോംസിലൊരു ചേഞ്ചസ് വരുത്തണം എന്നുള്ളതാണ് മറ്റൊരു ആവശ്യം. അതാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം. അതാണ് ഇപ്പോൾ റിപ്പോ കോർപ്പറേറ്റ് ഡെപ്റ്റ് സെക്യൂരിറ്റീസിൻ്റെ റിപ്പോ കേസ് ആണെങ്കിലും ശരി, അതേപോലെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇൻവെസ്റ്റേഴ്സിനെ അലൗ ചെയ്യുന്ന അതിലൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു നോംസിൽ റെഗുലേറ്റ് ചേഞ്ചസ് വരുത്തുക. ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് റെഗുലേറ്ററി ബാരിയേഴ്സാണ്. ഇവിടെ നമുക്ക് റെഗുലേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ റെഗുലേറ്റേഴ്സാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അതായത് ഗവൺ ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റ് വിത്ത് ദയർ ഓൺ മാൻഡേറ്റ്. ചില ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനീസൊക്കെ ആണെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യുന്നത് ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി IRDA ആണ്. അപ്പോൾ അതേ സമയത്ത് പെൻഷൻ ഫണ്ടിൻ്റെ ആണ് അതിൻ്റെ ഡെപ്റ്റ് മാർക്കറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യുന്നത് PFRDA, അതായത് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് അതോറിറ്റീസ് റെഗുലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അവർ ഫോളോ ചെയ്യുന്ന നോംസ് സെയിം ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ മോസ്റ്റ് ഓഫ് ദീസ് നോംസ് ഡു നോട്ട് allow for trading of security, restraining the development of the secondary market. അപ്പോൾ ഈ ഡിഫറെൻറ്റ് അതോറിറ്റിക്ക് പകരം ഒരൊറ്റ അതോറിറ്റി റെഗുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഫേസ് ചെയ്യുന്ന മറ്റൊരു ഹിൻഡ്രൻസ് അല്ലെങ്കിൽ പ്രോബ്ലംസ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ളത് ക്രെഡിറ്റ് എൻഹാൻസ്മെൻറ്റ് മെക്കാനിസം, അതേപോലെ തന്നെ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൈവറ്റ് ഇക്വിറ്റി, ഹെഡ്ജ് ഫണ്ട് AIFO ആണ്. അപ്പോൾ എന്താണ് ക്രെഡിറ്റ് എൻഹാൻസ്മെൻറ്റ് മെക്കാനിസം നോക്കാം. ദ പ്രസൻസ് ഓഫ് ക്രെഡിറ്റ് എൻഹാൻസ്മെൻറ്റ് മെക്കാനിസം ക്യാൻ പ്രൊമോട്ട് പ്രൈമറി ഇഷ്യൂവൻസ് ഓഫ് കോർപ്പറേറ്റ് ബോണ്ട്. അപ്പോൾ കോർപ്പറേറ്റ് ബോണ്ടിൻ്റെ ആ ഒരു പ്രൈമറി ഇഷ്യൂസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുള്ളൊരു മെക്കാനിസമാണ്. ഇറ്റ് അസ്യൂം ദ ബോറോവർ വിൽ ഹോണർ ദ ഒബ്ലിഗേഷൻസ് ബൈ ഇൻക്ലൂഷൻ ഓഫ് തേർഡ് പാർട്ടി ഗ്യാരണ്ടി ആൻഡ് അഡീഷണൽ കൊളാറ്ററൽ. ദിസ് മെക്കാനിസം എൻഹാൻസ് ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ലോവർ ദി ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ദ ഡെപ്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ഡിഫക്റ്റുകൾ പറഞ്ഞു, അതിൽ ചിലതെല്ലാം അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കോർപ്പറേറ്റുകളെ അവരുടെ ഒരു പ്രൈമറി ഇഷ്യൂവിനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊരു തേർഡ് പാർട്ടി ഗ്യാരണ്ടി അല്ലെങ്കിൽ അഡീഷണൽ കൊളാറ്ററൽ സെക്യൂരിറ്റീസ് യൂസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ക്രെഡിറ്റ് എൻഹാൻസ്മെൻറ്റ് മെക്കാനിസം. ഇതിൽ വളരെ ക്രെഡിറ്റ് റേറ്റിംഗ് ഹൈ ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, ഡെപ്റ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് റിഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെക്കാനിസം ആണ് ഇത്. പിന്നെ ദ പ്രസൻസ് ഓഫ് റിപ്പോ മാർക്കറ്റ് ഇൻക്രീസ് ദ ലിക്വിഡിറ്റി ഓഫ് ദ അണ്ടർലൈങ് പ്രൊഡക്റ്റ് ആൻഡ് ഇൻ ദി പ്രോസസ് ഇൻക്രീസ് ദ ഇൻവെസ്റ്റർ ബേസ് ഫോർ ദി അണ്ടർലൈങ് പ്രൊഡക്റ്റ്. ഇപ്പോൾ റിപ്പോ ഇൻകോർപ്പറേറ്റഡ് ഡെപ്റ്റ് സെക്യൂരിറ്റീസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ മാർച്ച് 2010. ഇന്ത്യൻ കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റിലെ ഒരു പുതിയൊരു കൺസെപ്റ്റാണ് ക്രെഡിറ്റ് എൻഹാൻസ്മെൻറ്റ് മെക്കാനിസം എന്നുള്ളത്. എന്നാലും ഈ ഒരു ക്രെഡിറ്റ് എൻഹാൻസ്മെൻറ്റ് മെക്കാനിസം ദേ ആർ ആഡഡ് ബൈ ദ ബാങ്ക് ഇൻ എനി ഫോം ഈസ് നോട്ട് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഇക്കോണമി. അത് ഒരു ബെസ്റ്റായിട്ട് ഇക്കോണമിക്ക് ബെസ്റ്റ് ആവുന്ന രീതിയിലുള്ളതല്ല. അത് പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യപ്പെടുന്നില്ല എന്നാണ്. കാരണം ഇറ്റ് വിൽ ട്രാൻസ്ഫർ ദ റിസ്ക് ഓഫ് ദ റിസ്ക് ടു ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ ബാങ്ക്. വീണ്ടും ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റിലേക്കാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിലാണ്. അതല്ലാതെ ഒരു ഇക്കണോമിക് എഫക്റ്റീവ് ആവുന്ന രീതിയിലുള്ള ഒരു മെക്കാനിസം അല്ല. പക്ഷേ അറ്റ് പ്രസൻറ്റ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. ഇവിടെ ബോറോവേഴ്സ് വിൽ ഹോണർ ദ ഒബ്ലിഗേഷൻ. ആരാണോ ബോറോ ചെയ്യുന്നത് അവർക്കാണ് ഒബ്ലിഗേഷൻസ് ബൈ ഇൻക്ലൂഷൻ ഓഫ് ദ തേർഡ് പാർട്ടി ഗ്യാരണ്ടി. അപ്പോൾ അവർ ആ ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റിൻ്റെ ബേസിൽ അവർക്ക് ഒരു ഒബ്ലിഗേഷൻസ് ആഡ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു മെക്കാനിസമാണുള്ളത്. ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് റിസ്ക് ആണ്. ബാങ്ക് ബാലൻസ് ഷീറ്റിൽ അതിന് വേണ്ടിയിട്ടാണ് കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എക്കണോമിക്കിൻ്റെ നീഡ് അവിടെ എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, മീറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇൻസിഡൻ്റ്ലി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാവ് ഷോ ഇൻട്രസ്റ്റ് ഇൻ ഡൂയിങ് ക്രെഡിറ്റ് എൻഹാൻസ്മെൻറ്റ്. റീസെൻ്റ്ലി 2012 ഒക്കെ ഇല്ലാക്കിയാണ് ചില ബാങ്കുകൾ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. റീസെൻറ്റ് ഹൈക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് ഇൻ ക്രെഡിറ്റ് എൻഹാൻസ്മെൻറ്റ് ബോണ്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലാണ് സെറ്റപ്പ് ഇൻ ദി റൈറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇത് അറ്റ് പ്രസൻറ്റ് വളരെ ഇഫക്റ്റീവായിട്ടല്ല
നമുക്ക് ഇതിൻ്റെ ഒരു വർക്കിംഗ് കാണാൻ പറ്റും. പക്ഷേ റിപ്പോ കോർപ്പറേറ്റ് ഡെപ്റ്റ് സെക്യൂരിറ്റീസൊക്കെ 2010 ഓൺവേർഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട്, അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് AIF ആണ്, ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ നമ്പർ ഓഫ് അല്ലെങ്കിൽ റേഞ്ച് ഓഫ് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ഓഫർ ഇൻ ഇന്ത്യ ഈസ് ഇൻക്രീസിങ് ക്വൈറ്റ് ക്വിക്ക്ലി ആൻഡ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് റൈസ്. ഇറ്റ് ഇൻക്ലൂഡ് ഹെഡ്ജ് ഫണ്ട്, അതേപോലെ തന്നെ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് ആൻഡ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എക്സെട്ര. AIF it enable a number of years and with the rapid rise in the wealth, and it also a provision of a specialist banking services ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് സെബി റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1996 മ്യൂച്വൽ ഫണ്ട് റെഗുലേഷൻസ് ആക്ട് AIFന് വേണ്ടിയിട്ട് സെബി റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു അമെൻമെൻറ്റ് 2012 സെബി തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അമെൻമെൻറ്റിന് ശേഷം അതിൻ്റെ പേര് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്നാണ്. ദ റെഗുലേറ്ററി റെപ്രസെൻറ്റേറ്റീവ് ഫ്രം സെബി ഇതിനെ ഈ ഒരു AIF ആൾട്ടർനേറ്റീവ് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റിനെ 3 കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഫണ്ട് റിസീവ് ഇൻസെൻറ്റീവ് ഫ്രം ഗവൺമെൻറ് ഓർ റെഗുലേഷൻസ്. ഇതിൽ വെഞ്ചർ ഫണ്ട്, അതേപോലെ സോഷ്യൽ വെഞ്ചർ ഫണ്ട്, ഇൻഫ്രാസ്ട്രക്ചറൽ ഫണ്ട്, ഇത്തരത്തിലുള്ള ഗവൺമെൻറ് ഫണ്ട് റിസീവ് ഇൻസെൻറ്റീവ് ഫ്രം ദ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നുള്ളതിനെയാണ് നമ്മൾ ഫസ്റ്റ് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുള്ളത്. അതിൽ വെഞ്ചർ ഫണ്ട്, ഇൻഫ്രാസ്ട്രക്ചറൽ ഫണ്ട്, അതേപോലെ തന്നെ സോഷ്യൽ വെഞ്ചറൊക്കെയാണ് വരുന്നത്. സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്ന ഫണ്ട് എന്ന് പറയുന്നത് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് അല്ലെങ്കിൽ ഡെപ്റ്റ് ഫണ്ടാണ്. ദേ ഡോണ്ട് റിസീവ് എനി ഗവൺമെൻറ് കൺസെഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ കൺസെഷനോടുള്ളതല്ലാത്ത പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടാണ് മെയിനായിട്ട് കാറ്റഗറി 2 പറയുന്നത്. ദെൻ തേർഡ് വൺ പറയുന്നത് കാറ്റഗറി 3 വരുന്നത് ഫണ്ട് ആർ ടിപ്പിക്കലി ഹെഡ്ജ് ഫണ്ട്. അവിടെ മെയിനായിട്ട് ഹെഡ്ജിങ് ആണ്. അപ്പോൾ അതിൻ്റെ എയിം എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ഓവർ ലോങ് ആൻഡ് ഷോർട്ട് ടൈം പീരീഡ്. ആ ഒരു ഷോർട്ട് അല്ലെങ്കിൽ ലോങ് പീരീഡിനുള്ളിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ മാക്സിമം റിട്ടേൺ, ആ ഒരു എയിം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അതിനെയാണ് അത്തരത്തിലുള്ള ആൾട്ടർനേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റി ഹെഡ്ജ് ഫണ്ടാണ് കാറ്റഗറി 3 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡെപ്റ്റ് മാർക്കറ്റ്. അപ്പോൾ നന്നായിട്ട് വായിച്ചതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം കേട്ടോ. താങ്ക് യു.